സിദ്ധാർത്ഥ് sir. ഇന്നലെന്തോ അവസാനം പറഞ്ഞു നിർത്തി. Force exerted by a jet on moving curved plate. First case പറഞ്ഞു മറ്റേ സെൻട്രൽ സ്ട്രൈക്ക് ചെയ്യണത് ജെറ്റ്. ഓക്കെ പിന്നെ we will see the second case where the jet strikes the curved surface at the tip. Let us consider that the curved plate or curved surface is unsymmetrical. Unsymmetrical എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. സിമെട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻലെറ്റും എക്സിറ്റ് ടിപ്പിലും ഒരേ ആംഗിളിലായിരിക്കും അതിൻ്റെ വാട്ടറിന്റെ എൻട്രി ആൻഡ് ലീവിങ്. യു ക്യാൻ മാർക്ക് സർട്ടൻ ആംഗിൾസ് ദെയർ. അപ്പോൾ നമ്മൾ ആ സ്റ്റേഷനറി കേസേ ഉള്ളൂ കഴിഞ്ഞ ദിവസം പറഞ്ഞുള്ളൂ. ഒരു കർവ്ഡ് പ്ലേറ്റിന്റെ ടിപ്പില് എൻട്രി ചെയ്ത് സെക്കൻഡ് ടിപ്പിൽ എക്സിറ്റ് ചെയ്യുന്ന കേസ് അത് നമ്മൾ നേരത്തെ കണ്ടു. പക്ഷെ അതൊരു സ്റ്റേഷനറി കർവ്ഡ് സർഫസ് ആയിരുന്നു. ടുഡേ വി വിൽ see the case of jet impinging on the curved plate at the tip and the plate is moving. അത് ആണ് ഇന്നത്തെ ഡിസ്കഷൻ നമ്മുടേത്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന ഒരു കാര്യമാണ് വെലോസിറ്റി ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. നേരത്തെ അങ്ങനെ ഒരു വെലോസിറ്റി ട്രയാങ്കിൾ കൺസ്ട്രക്ഷൻ ഇല്ലായിരുന്നു നമ്മുടെ നേരത്തെ പറഞ്ഞിരുന്നത്. കാരണം സ്റ്റേഷനറി കേസേ ഉള്ളൂ. അപ്പോൾ ആ കർവ്ഡ് സർഫസിന്റെ കേസിൽ വി ഡോണ്ട് ഹാവ് സച്ച് വെലോസിറ്റി ട്രയാങ്കിൾ ടു കൺസ്ട്രക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നമുക്ക് ആക്ച്വലി രണ്ട് രീതിയിൽ ചെയ്യാം. നമുക്ക് വെലോസിറ്റി ട്രയാങ്കിൾ നിങ്ങൾ ഡ്രോയിങ്സ് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് ഡ്രോ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് മെഷർമെന്റ് എടുക്കാം. നമുക്ക് സ്കെയിൽ ചെയ്തിട്ട് വരയ്ക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 1 മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു അല്ലെങ്കിൽ 2 മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ എന്നൊക്കെ എടുത്ത് സ്കെയിൽ ചെയ്ത് നമുക്ക് വെലോസിറ്റി ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് അതിൽ നിന്ന് മെഷർ ചെയ്തിട്ട് അൺനോൺ ക്വാണ്ടിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് സാധാരണ വെലോസിറ്റി ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാതെ നമുക്ക് ട്രിഗണോമെട്രി റിലേഷൻസ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. സൈൻ കോസ് ഒക്കെ എടുത്തിട്ട് അതിൽ നിന്ന് സോൾവ് ചെയ്യും. ഈ രണ്ട് മെത്തേഡ് നമുക്ക് രീതിയിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഈ കേസ്. സോ ലെറ്റ് us go to the first slide. ആ ഡയഗ്രാം വരച്ചു. അത് വരച്ചു കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് ട്രയാങ്കിൾസ് അതിൻ്റെ അകത്തുള്ള നൊട്ടേഷൻസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കർവ്ഡ് സർഫസ് ആണ്, അല്ലെങ്കിൽ ഒരു കർവ്ഡ് പ്ലേറ്റ് that is moving with velocity u. The jet coming out from the nozzle strikes the surface at the tip B. അവിടെ B ഈ നൊട്ടേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫിഗറിൽ നോക്കിയുള്ളൂ നിങ്ങൾ. The jet B എന്നുള്ള ടിപ്പിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ആ വെലോസിറ്റി വെക്ടർ അവിടെ കാണിച്ചിട്ടുണ്ട്. There you can see one triangle. കുറെ വെലോസിറ്റി നൊട്ടേഷൻസ് വെച്ചിട്ട് അതെന്താണ് ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് അതിലോട്ട് വരാം. അതുപോലെ തന്നെ അതിന്റെ എക്സിറ്റ് ഈ എന്നുള്ള ടിപ്പിൽ നിന്ന് ലീവ് ചെയ്യുന്നുണ്ട് ഫ്ലൂയിഡ്. So it flows tangentially along the surface and it leaves from the other tip. There also you can see one velocity triangle. അതിൽ ഇതുവരെ നമ്മൾ പറയാത്ത കുറെ നൊട്ടേഷൻസ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ഞാൻ. അത് നിങ്ങൾ ആ ഫിഗർ വരച്ച് കംപ്ലീറ്റ് ചെയ്യും. വരച്ച് കഴിഞ്ഞവര് ഇതിലൊന്നും മെസ്സേജ് ചെയ്താൽ എനിക്ക് അതിന്റെ ഇതിലോട്ട് പോകും.
വരച്ചു കഴിഞ്ഞോ? ഇതില് you can see here two triangles. ഒന്ന് ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാം. So this is the nozzle. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് ഇതാണ് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. We call this as inlet velocity triangle. സെക്കൻഡ് ട്രയാങ്കിൾ ഇത് എന്ന് പറയുന്നത് അതിന്റെ എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. എക്സിറ്റ് അല്ലെ ഔട്ട്ലെറ്റ്. So this is exit velocity triangle. ഇത് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. വെലോസിറ്റി ട്രയാങ്കിൾ അതിൽ ഇവിടെ നോക്കുക, ഇവിടെ കുറെ നൊട്ടേഷൻസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ വെലോസിറ്റി ട്രയാങ്കിൾ താഴത്തെ എടുത്ത് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ V1 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. V1 അതായത് AB എന്നുള്ള വെക്ടർ എന്ന് പറയുന്നത്, ആ V1 എന്ന് പറയുന്നത് ഇൻലെറ്റിലെ അബ്സല്യൂട്ട് വെലോസിറ്റി. നമുക്ക് അതിന്റെ കൂടെ വേണം എഴുതി വെച്ചോളാം. V1 എന്ന് പറയുന്നത് അബ്സല്യൂട്ട്, അതായത് ടോട്ടൽ വെലോസിറ്റി, അതായത് ജെറ്റ് നോസിലിൽ നിന്ന് വരുന്ന അതിന്റെ വെലോസിറ്റി ആണ് അബ്സല്യൂട്ട് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ V1 ഈസ് absolute velocity at the inlet. Inlet exit നമ്മൾ 1 2 എന്നുള്ള നൊട്ടേഷൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇൻലെറ്റ് 1 എക്സിറ്റ് 2. So V1 is absolute velocity at the inlet. ഈ V1 suppose if you നിങ്ങൾക്ക് V1 ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ആംഗിൾ പറഞ്ഞിട്ടുണ്ട് ആൽഫ. So alpha is the angle, alpha inclination of, so V1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു ഞാൻ, V1 is absolute velocity, then alpha notation. Alpha notation എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്, ഈ V1 ന്റെ inclination with horizontal. So that പിന്നെ ഈ V1 നെ ഇവിടെ നോക്കുക, ഇവിടെ U മാർക്ക് ചെയ്തിട്ടുണ്ട്. U എന്ന് പറയുന്നത് എന്താണ്, വെയിൻ. ഈ വെയിൻ, ഇതിനെ വെയിൻ എന്നും പറയാം നമുക്ക്, അല്ലെങ്കിൽ ഇതിനെ കർവ്ഡ് സർഫസ്, ഈ കർവ്ഡ് സർഫസിന്റെ അല്ലെങ്കിൽ പ്ലേറ്റിന്റെ വെലോസിറ്റി. സോ ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ പ്ലേറ്റ് ഈസ് മൂവിങ്, അതാണ് U. ആ U തന്നെ മേ ബി ടിപ്പിലെ സ്പീഡും, രണ്ട് ടിപ്പിലെ സ്പീഡും സെൻട്രൽ സ്പീഡും സെയിം തന്നെ ആവണമെന്നില്ല. അത് ഓരോ ടൈപ്പ് മെഷീൻസിനനുസരിച്ച്. ഇപ്പൊ റേഡിയൽ മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻലെറ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇന്നർ റേഡിയസിലായിരിക്കും, ഔട്ടർ ടിപ്പ് എന്ന് പറയുന്നത് ഔട്ടർ റേഡിയസിലായിരിക്കും. അപ്പൊ രണ്ട് റേഡിയൽ ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് മാറും. അപ്പൊ അവിടെ അതിന്റെ ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടുതൽ ക്ലാരിറ്റി വരും നിങ്ങൾക്ക്. അപ്പൊ ആ ഡിസ്റ്റൻസിനനുസരിച്ച് U എന്ന് പറയുന്നത് ടിപ്പിന്റെ ഡിസ്റ്റൻസ്, അതായത് സെന്ററിൽ നിന്നുള്ള റേഡിയൽ ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് ഈ പ്ലേറ്റിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെയിന്റെ സ്പീഡ് വേരി ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ ഈവൻ ദോ പ്ലേറ്റിന്റെ ഒരു വെലോസിറ്റി U ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ടിപ്പിലെ ലെറ്റ് ഇറ്റ് ബി U1 എന്ന് പറയുന്നത് എന്താണ്, ഇൻലെറ്റിലെ പ്ലേറ്റിന്റെ വെലോസിറ്റി. U2 എന്ന് പറയുന്നത് എക്സിറ്റിലെ പ്ലേറ്റിന്റെ വെലോസിറ്റി, അതായത് കർവ്ഡ് സർഫസിന്റെ വെലോസിറ്റി. അതിന്റെ ടിപ്പ് സ്പീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ V1 എന്താന്ന് പറഞ്ഞു, U1 എന്താന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഞാൻ അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളതൊന്നും കാണിച്ചു തരാം. സോ വി ഹാവ് ഹിയർ, ഇപ്പൊ നോക്കുക, ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് കാണാവോ? ഒരു പുതിയ സർഫസ് വൈറ്റ് ബോർഡ് കാണാവോ? കാണാം സർ. ഓക്കെ. Okay, so this is the absolute velocity V. ഇതാണ് V1 മാർക്ക് ചെയ്തേക്കുന്നത്. And let us say ഇതിന്റെ ഹൊറിസോണ്ടൽ, ഞാനിത് പുതിയൊരു സംവിധാനം വെച്ചിട്ട് ട്രയൽ നടത്തുവാണ്. കുറെ പാളിച്ചകൾ ഇപ്പോൾ വരാം വരയ്ക്കുമ്പോൾ. ഓക്കെ, നേരെ വന്നു.
So this is alpha. So absolute velocity horizontal ആയിട്ടുള്ള ആംഗിൾ ഇതാണ് ആൽഫ എന്ന് പറയുന്നത്. ഇനി ടിപ്പിന് നമുക്കൊരു വെലോസിറ്റി ട്രയാംഗിൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാം. വെലോസിറ്റി നമ്മൾ ഇത് പറയുന്നത് എന്താണ്, ക്ലോസ്ഡ് പോളിഗൺ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ ഇത് v1 ആണെന്നുണ്ടെങ്കിൽ ടിപ്പിന്റെ സ്പീഡ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം u1. So let this be up to here. ഇത് ഡയറക്ഷൻ ഇതെന്ന് പറയുന്നത് u1 ആണെങ്കിൽ v1ന്റെ ഡയറക്ഷൻ ഇത്, u1ന്റെ ഡയറക്ഷൻ ഇത്. നേരത്തെ നമ്മള് കോൺസ്റ്റന്റ് ആയിട്ടുള്ള അതായത് സെന്ററിൽ വരുന്ന കേസ് എങ്ങനെയായിരുന്നു, നമ്മൾ ആ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതിലാണെങ്കിൽ ഇങ്ങനെ ഒരു കർവ് വരയ്ക്കുമ്പോൾ ഇവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലി വരുമ്പോൾ v ഇതായിരുന്നു, ഈ u എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. അപ്പൊ v മൈനസ് u എന്ന് പറയുന്നത് ഇതേ ഡയറക്ഷൻ തന്നെയാണ്, രണ്ടും ഒരു ഡയറക്ഷനിലാണ് മാർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നോക്കുക u1 എന്ന് പറയുന്നത് ഇത് മാറുന്നില്ല, ഇതാണ് ഇത് മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടലി തന്നെയാണ്, അതാണ് ഈ ഡയറക്ഷൻ മാർക്ക് ചെയ്തേക്കുന്നത്. ജെറ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. സോ ദ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് അപ്പോ ചുമ്മാ v1 മൈനസ് v2 എടുത്തപ്പോൾ അവിടെ വെക്ടർ സം ആണ് എടുക്കേണ്ടത്. സോ ദിസ് ഈസ് ദി തേർഡ് സൈഡ്. ഇഫ് യു ഡ്രോ ഫ്രം ഹിയർ ടു ഹിയർ ടു, ഞാൻ പറഞ്ഞ കുറച്ച് കോമഡി ആകുന്നു. From here to ഈ ഡിസ്റ്റൻസ് ഇത് എന്ന് പറയുന്നത് ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി vr1. ഓക്കെ, ഇതിന്റെ ഇൻക്ലിനേഷൻ ആണ് അവിടെ ഞാൻ തീറ്റ ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. റിലേറ്റീവ് വെലോസിറ്റി വെക്ടർ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇത്, ഈ ഇൻക്ലിനേഷനെയാണ് തീറ്റ മാർക്ക് ചെയ്തേക്കുന്നത്. ദെൻ അപ്പൊ ഈ ഒരു പോളിഗൺ കംപ്ലീറ്റഡ് ആയി, അതായത് ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റഡ് ആയി. ഇനി ഇത് കൂടാതെ അവിടെ വേറെ രണ്ട് നൊട്ടേഷൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്, വേറെ രണ്ട് വെലോസിറ്റി നൊട്ടേഷൻസ് കൂടി കാണിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഈ അബ്സല്യൂട്ട് വെലോസിറ്റി v1 എന്ന് പറയുന്ന അബ്സല്യൂട്ട് വെലോസിറ്റിയെ നമുക്ക് രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഇതിനെ എക്സ് കമ്പോണന്റ് ആയിട്ട് വൈ കമ്പോണന്റ് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ ഇവിടേക്ക് അങ്ങ് ഇതിന്റെ പെർപെൻഡിക്കുലർ വരയ്ക്കുവാണ്. ഇത് പെർപെൻഡിക്കുലർ ആണ് വരയ്ക്കുന്നത്. So if I draw a perpendicular from here, so this will be രണ്ട് കമ്പോണന്റ് വരും. അപ്പൊ ഒന്ന് ഇത്, so അതിന്റെ ഹൊറിസോണ്ടൽ ഐ തിങ്ക് you have this is this is your v1. ഇത് ഇത്രയും വരച്ചിരിക്കുന്നതാണ് ഇത് u1 ബ്ലേഡിന്റെ സ്പീഡ്. ഈ ആംഗിൾ നമ്മളെന്താ മാർക്ക് ചെയ്ത ആൽഫ. ഇതെന്ന് പറയുന്നതാണ് vr1. This notation is vr1. This angle is theta. ഈ v1ന്റെ ഇതുപോലൊരു വെക്ടർ ആണ് v1 എന്ന് പറയുന്നത്. ആ v1നെ നമുക്ക് രണ്ട് കമ്പോണന്റ് ആയിട്ട് സോൾവ് ചെയ്യാം. ഒന്ന് അത് ഈ കമ്പോണന്റ് ആണ് vf1 ആയിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ഈ കമ്പോണന്റ് ആണ് vw1 മാർക്ക് ചെയ്തേക്കുന്നത്. This is v1. So v1ന്റെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് vw vf. സോ അപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിലാകുമ്പോൾ കമ്പയർ ആയിട്ട് ഇതിന്റെ അകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ദിസ് ഈസ് vf1. ടോട്ടൽ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും vw1. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾസ്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞേക്കുന്ന കുറെ കാര്യങ്ങൾ v1 എന്ന് പറയുന്നത് എന്താണ്, v1 എന്ന് പറയുന്നത് എന്താണ് v1
What is V1? Inlet V1 velocity. എന്താണ്? Absolute velocity. Okay. Inlet absolute velocity എന്ന് പറയുക. Absolute velocity at inlet. U1 എന്ന് പറയുന്നത് എന്താണ്? പ്ലേറ്റിന്റെ സ്പീഡ് അല്ലെങ്കിൽ കർവ്ഡ് സർഫസിന്റെ സ്പീഡ് at the inlet. Alpha is, we can call alpha as alpha നമുക്ക് ഗൈഡ് വെയിൻ ആംഗിൾ എന്ന് പറയാം. ഗൈഡ് വെയിൻ ആംഗിൾ മാറിപ്പോകേണ്ട, ഗൈഡ് വെയിൻ, വെയിൻ അല്ലെങ്കിൽ പ്ലേറ്റ്. ഇവിടെ നമ്മൾ പ്ലേറ്റ് എന്ന് പറയുന്നത് വെയിൻ എന്ന് പറയുന്നത് നമ്മൾ മെഷീനൊക്കെ പറയുമ്പോൾ വെയിൻ എന്ന് പറയും. ഗൈഡ് വെയിൻ ആംഗിൾ, വി ക്യാൻ കോൾ ദിസ് ആസ് ഗൈഡ് വെയിൻ ആംഗിൾ. അത് അബ്സല്യൂട്ട് വെലോസിറ്റി വെക്ടർ ഗൈഡ് വെയിൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ്. അതാണ് ഏത് ആൽഫ എന്ന് പറയുന്നത്. തീറ്റ എന്നുള്ള നൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ റിലേറ്റീവ് വെലോസിറ്റി വെക്ടർ VR1 ഹൊറിസോണ്ടൽ ഇൻക്ലിനേഷൻ. അപ്പോൾ VR1 എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ്. VR1 ഈസ് റിലേറ്റീവ് വെലോസിറ്റി. അറ്റ് ഇൻലെറ്റ് VR1. ആ റിലേറ്റീവ് വെലോസിറ്റി വെക്ടർ ഹൊറിസോണ്ടൽ ഇൻക്ലിനേഷൻ ആണ് ഏത് തീറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഫിഗറിൽ. സോ ദാറ്റ് തീറ്റ ഹിയർ ഈസ് നൗ theta you can call this as blade angle at inlet. Alpha guide vane angle at inlet. Guide vane എന്ന് വെച്ചാൽ നമുക്ക് ഈ ഗൈഡ് വെയിൻ എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മളൊരു ടർബൈൻസ് എടുക്കുകയാണെങ്കിൽ അതിനൊരു റണ്ണർ കാണും, ഒരു സ്റ്റേറ്റർ കാണും. റണ്ണർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് പാർട്ടാണ്. സ്റ്റേറ്റർ എന്ന് പറയുന്നത് കുറെ ഈ ഇതിലോട്ട് ഗൈഡ് ചെയ്യുവാണ്. അതായത് വരുന്ന ഫ്ലൂയിഡിനെ ഇതിലോട്ട് ഗൈഡ് ചെയ്യുന്ന ആ ഗൈഡ് വെയിനിൽ എൻ്റർ ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ എന്ന് പറയുന്നത്. അതിന്റെ പർപ്പസ്, ആ സ്റ്റേറ്ററിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നോസിലിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ് ജെറ്റിനെ റണ്ണറിലോട്ട് ഡയറക്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പവർ ഇതിൽ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. സ്റ്റേറ്റർ സ്റ്റേഷനറി പാർട്ടാണ്. ദാറ്റ് ഈസ് വൈ ആൽഫ ഈസ് കോൾഡ് ഗൈഡ് വെയിൻ ആംഗിൾ. അപ്പൊ ഗൈഡ് വെയിൻ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? അബ്സല്യൂട്ട് വെലോസിറ്റി വെക്ടർ ഹൊറിസോണ്ടൽ ആംഗിൾ. തീറ്റ എന്ന് പറയുന്നത് ബ്ലേഡ് ആംഗിൾ എന്ന് പറയും. ബ്ലേഡ് ആംഗിൾ അറ്റ് ഇൻലെറ്റ് അതെന്ന് പറയുന്നത് എന്താണ്? ഏതാണ്? റിലേറ്റീവ് വെലോസിറ്റി വെക്ടർ ഹൊറിസോണ്ടൽ ആംഗിൾ എന്ന് വെച്ചാൽ. ഇനി ഇവിടെ പറയാനുള്ളത് രണ്ട് നൊട്ടേഷൻസ് ആണ്. ഏതാണ്? VW1 VF1. അതിൽ V1 എന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് വെലോസിറ്റി. അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് VW നമ്മൾ പറയുന്നത്. അതിൽ VW1 നമ്മൾ പറയുന്നത് വേൾഡ് WHIRL വേൾഡ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. എന്താണ് അതിന്റെ ഇതെന്ന് പറയാൻ ഞാൻ. വേൾഡ് കമ്പോണന്റ്. ആൻഡ് VF1 എന്ന് പറയുന്നത് ഫ്ലോ വെലോസിറ്റി. ഫ്ലോ കമ്പോണന്റിലെ ഫ്ലോ വെലോസിറ്റി. അപ്പോൾ VW1 എന്ന് പറയുന്നത് വേൾഡ് കമ്പോണന്റ് അറ്റ് ഇൻലെറ്റ്, VF1 എന്ന് പറയുന്നത് ഫ്ലോ വെലോസിറ്റി അറ്റ് ഇൻലെറ്റ്. അതിൽ വേൾഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ടോട്ടൽ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് ഏത്? വേൾഡ് വെലോസിറ്റി. അതാണ് ആക്ച്വലി ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ടോട്ടൽ പവർ ജനറേഷൻ, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പാർട്ട് VW1 ആണ്. VF1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു ദി ടോട്ടൽ പവർ ജനറേറ്റർ, അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ഡണിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നില്ല. കാരണം വെച്ചാൽ അത് ആക്സിയൽ ഡയറക്ഷൻ, ആക്സിയൽ ത്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ബെയറിംഗ്സിൽ ഇപ്പോൾ ആക്സിയൽ ഫ്ലഷിംഗ്സ് ആണെങ്കിൽ VF എന്ന് പറയുന്നത് ഫ്ലോ ആക്സിയൽ വെലോസിറ്റി ആയിരിക്കും. സോ ദാറ്റ് വിൽ നോട്ട് ബി കോൺട്രിബ്യൂട്ടിംഗ് ടു ദി റൊട്ടേഷൻ. ടാൻജൻഷ്യലി വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതാണ് കമ്പോണന്റ് ആണ് അതിന് റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ പവർ കമ്പോണന്റ് വെലോസിറ്റി നമ്മൾ പറയുന്നത്. മറ്റത് ഇറ്റ്സ് നോട്ട് ഹാവിംഗ് എനി പാർട്ട് ഇൻവോൾവ്മെന്റ് ഇൻ ദി പവർ ജനറേഷൻ. അപ്പോൾ എല്ലാ നൊട്ടേഷൻസും ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ V1 അബ്സല്യൂട്ട് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ്, അതിന്റെ രണ്ട് കമ്പോണന്റ് VW1 വേൾഡ് വെലോസിറ്റി കമ്പോണന്റ് അറ്റ് ഇൻലെറ്റ്, VF1 എന്ന് പറയുന്നത് ഫ്ലോ വെലോസിറ്റി കമ്പോണന്റ് അറ്റ് ഇൻലെറ്റ്, ആൽഫ എന്ന് പറയുന്നത് VR1 എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ്, ആൽഫ ആൻഡ് തീറ്റ എന്ന് പറയുന്നത് ഗൈഡ് വെയിൻ ആംഗിൾ ആൻഡ് ബ്ലേഡ് ആംഗിൾ അറ്റ് ഇൻലെറ്റ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആ ഡയഗ്രത്തിലെല്ലാം ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആയി സാർ. ഓക്കെ. ഇനി അതിന്റെ എക്സിറ്റ് ഇത് തന്നെയാണ്. എക്സിറ്റ് പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. ഈ നൊട്ടേഷൻസ് തന്നെ എവിടെയും കാണും നിങ്ങൾക്ക്.
എക്സിറ്റിനെ നമ്മൾ പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് കേസസ് പറയാം. ഒരു സംശയം സർ. പറഞ്ഞു. ഹലോ ഹലോ ചോദിക്കൂ. ഹലോ ഹലോ ആരാണോ ചോദിച്ചത്? ഞാൻ പറഞ്ഞത് കേൾക്കാവോ? എന്റെ കണക്ഷൻ പോയോ? കേൾക്കാം സാർ. ഓക്കെ ഓക്കെ, ആരാണെങ്കിൽ പിന്നീട് ചോദിക്കാമെന്നല്ല. അതിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഇത് എക്സിറ്റിലെ വെലോസിറ്റി ട്രയാങ്കിൾ നോക്കുക. എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ജസ്റ്റ് സിമിലർ ടു ദ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. ഇവിടെ മാർക്ക് ചെയ്തിട്ട് നോക്കുക. കുറെ V2 മാർക്ക് ചെയ്തിട്ടുണ്ട്. വരയ്ക്കുന്ന കൺസ്ട്രക്ട് ചെയ്യുന്ന രീതി വ്യത്യാസം. വെച്ചാൽ ഇവിടെ വന്ന് ഈ സ്ട്രൈക്ക് ചെയ്ത്, സോ ആക്ച്വലി ഇറ്റ് വിൽ ബി മൂവിങ്. അപ്പൊ എന്ത് സംഭവിക്കും? എനർജി ബീങ് എക്സ്ട്രാക്ടഡ് അല്ലെ? ടർബൈൻ ആണെന്നുണ്ടെങ്കിൽ വരുന്ന എനർജി എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റിൽ വരുമ്പോൾ വെലോസിറ്റി കുറയും. അതാണ് V2 absolute velocity. So here the V2 എന്ന് പറയുന്നത് എന്താണ്? absolute velocity vector at the exit. അപ്പൊ അതുകൂടി വേണേൽ വരയ്ക്കാം നമുക്ക്. So exit velocity triangle വരയ്ക്കാം. So let us now construct the exit velocity triangle. Exit velocity triangle. So here you have here so this is V2, the direction U2. This is U2. U2 എന്ന് പറയുന്നത് VR2. ഇനി ഇവിടെ രണ്ട് ആംഗിൾ, ഒന്ന് ബീറ്റ and here this is phi. Then again ഇത് V2 ആണെങ്കിൽ this will be VF2. അത് ഇതിന്റെ രണ്ട് കമ്പോണന്റ്. ഈ V2 absolute velocity component and this will be small component side will be W2. Okay, so this is the exit velocity triangle. Exit velocity triangle. നോക്കുക ഇവിടെ V2. ഇവിടെ നോക്കുക, നമ്മളൊരു ടർബൈൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക എന്താണ് ഈ VW2 എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. This is the world component. World component at exit. Component at exit. So this is the flow component. Flow velocity at exit. And this is the relative velocity. Relative velocity at exit. ഇത് എന്താണ്? Again blade main velocity, main speed exit. This is main speed. Main speed at exit. പിന്നെയുള്ള നൊട്ടേഷൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ബീറ്റ വെയിൻ ആംഗിൾ at exit.
then phi is the blade angle. ഇനി രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞു. ഇവിടെ VW1 VW2 എന്ന് പറയുന്നതാണ് നമ്മൾ വേൾഡ് കമ്പോണന്റ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദി പവർ ജനറേഷൻ. അപ്പോൾ ടർബൈൻ ആണെങ്കിൽ പവർ ജനറേഷൻ വരും. അപ്പൊ അതാണ് പവർ ജനറേറ്റിംഗ് കമ്പോണന്റ് ആയിട്ട്, അല്ലാതെ ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടോട്ടൽ വെലോസിറ്റി അബ്സല്യൂട്ട് വെലോസിറ്റിയുടെ കമ്പോണന്റ്. അപ്പോൾ ഒരു ടർബൈൻ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും VW1 വിൽ ബി ഗ്രേറ്റർ, കാരണം ഹയർ എനർജി എക്സിറ്റ് വരുമ്പോൾ VW2 വാല്യൂ കുറയും. So VW1 for a turbine the case VW1 will be greater than VW2 because you will be consuming the energy for turbine and power generation machine ആണെങ്കിൽ തിരിച്ചായിരിക്കും ഇതിന്റെ കേസിൽ ഒരു എന്താണ് കംപ്രസർ അല്ലെങ്കിൽ പമ്പ് VW2 will be greater than VW1. അതിന് പവർ അതിന്റെ ഇക്വേഷൻസ് വരുമ്പോൾ ടർബൈൻസ് മെഷീൻസിലോട്ട് നടക്കുമ്പോൾ നമുക്ക് അതിന്റെ കുറച്ചുകൂടി അതിന്റെ കേസിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള വെലോസിറ്റി ട്രയാങ്കിൾസ് നമ്മൾ വരയ്ക്കും. ഇതാണ് എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതി. ഇവിടെ ഓർത്തിരിക്കേണ്ട നൊട്ടേഷൻസ് ഇത്രയേ ഉള്ളൂ. ടോട്ടൽ വെലോസിറ്റിയുടെ രണ്ട് കമ്പോണന്റ്, വേൾഡ് കമ്പോണന്റ്, ഫ്ലോ കമ്പോണന്റ്. പിന്നെ റിലേറ്റീവ് വെലോസിറ്റി, ബ്ലേഡ് സ്പീഡ് അല്ലെങ്കിൽ നമുക്ക് അതിനെ വെയിൻ സ്പീഡ് എന്ന് പറയും, യു. പിന്നെ 4 ആംഗിൾസ്, അതിൽ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് വെയിൻ ആംഗിൾ ആണ് ഇൻലെറ്റിൽ എക്സിറ്റില്, തീറ്റയും ഫൈയും ബ്ലേഡ് ആംഗിൾ അറ്റ് ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? ഹലോ, മനസ്സിലായി സാർ. ഓക്കെ. ഇനി ഇതിലെ 3 കേസസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്നതില് ബീറ്റ ഓൾറെഡി ഐ ടോൾഡ് ബീറ്റ ഈസ് വെയിൻ ആംഗിൾ അറ്റ് എക്സിറ്റ്. ഇത് 3 ഡിഫറെന്റ് കേസസ് നമുക്ക് പറയാം. അപ്പൊ ഇതിലിപ്പോ വരച്ചിരിക്കുന്നതിൽ ബീറ്റ ഈസ് ലെസ് ദാൻ 90. ഒരു അക്യൂട്ട് ആംഗിൾ ആണ് ഈ ബീറ്റ എന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്നത്, അക്യൂട്ട് ആംഗിൾ ആണ്. ബട്ട് ഇൻ സം കേസസ് ഇവിടെ വെയിനിന്റെ ഷേപ്പ് അനുസരിച്ച് അവർ അൺസിമെട്രിക്കൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. യു ക്യാൻ ആൾസോ കൺസിഡർ 2 more cases where in one case beta is 90. ഇതിൽ കാണിച്ചിരിക്കുന്നതിൽ ഈ ഡയഗ്രം കൂടി വരച്ചെടുത്തോളൂ. നേരത്തെ ഉള്ള ഡയഗ്രത്തിന്റെ നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചോളൂ. ബീറ്റ ഈസ് less than 90. So in this case, in this slide you can see the 2 cases. The case on the left side ഇത് എന്ന് പറയുന്നത് ബീറ്റ ഈക്വൽ ടു 90. എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിളിന്റെ പ്രത്യേകം നോക്കി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ. ഇത് അഗെയിൻ ബി, കാരണം വെച്ചാൽ ഇതിന്റെ അബ്സല്യൂട്ട് വെലോസിറ്റി ബീറ്റ എന്ന് പറയുന്ന അബ്സല്യൂട്ട് വെലോസിറ്റി വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ V2 സെയിം ആസ് VF2. അതിൽ വേൾഡ് കമ്പോണന്റ് ഇല്ല. VW2 here is 0. This case VW2 is 0. So here VW2 equal to 0. കാരണം ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതാണ്, വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ്, അത് VF ആണ്. So this is VR2 and the closing side is U2. So this angle is 5. So here beta equal to 90. Inlet velocity triangle നേരത്തെ പറഞ്ഞതാണ്. And here this is the case where beta is beta greater than 90 degrees. So this is the direction in which the jet leaves the surface. ഇതാണ് V2. V എന്ന് എഴുതിയിട്ടുള്ളത് V2 ആക്കുക. So this is 90. V2. Then this പിന്നെ ഇത് VR2. V2 VR2യുടെ മൂന്നാമത്തെ സൈഡ്, ആ ട്രയാങ്കിളിലെ മൂന്നാമത്തെ സൈഡ് ആയിരിക്കും U2 എന്ന് പറയുന്നത്. പിന്നെ ഈ V2യുടെ രണ്ട് കമ്പോണന്റ്. So this vertical line represents VF2 and this small side represents VW2. അതുകൂടി വരച്ചെടുക്കുക.
ഈ ട്രയാങ്കിൾസ് ഡിഫറെന്റ് കേസസ് പറയുന്നത് നമ്മൾ ടർബൈൻസ് വരുമ്പോൾ ഓരോ കേസിനും ഓരോന്ന് ഓരോ രീതിയിൽ വരയ്ക്കേണ്ടി വരും, ഓരോ കേസസ് അനുസരിച്ച് വരയ്ക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ട്രയാങ്കിൾസ് അന്നേരം എനിക്ക് ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. So we have constructed 3 different cases. The first case beta less than 90, beta 90, then beta greater than 90. On all the cases, the plate is moving towards in the horizontal direction with velocity. Okay. മനസ്സിലായോ? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നേരത്തെ ആരോ ചോദിച്ചല്ലോ, ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ട്രയാങ്കിൾസ് എല്ലാം വരച്ചു കഴിഞ്ഞെങ്കിൽ യു ക്യാൻ ടൈപ്പ് ദി ഓക്കെ മെസ്സേജ്. Okay. Now, since we completed the velocity triangles, now we can compute the force exerted on the third surface. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ഇവിടെ ഫോളോ ചെയ്യാം. എങ്ങനെ ഫോഴ്സ് കാണുന്നത്? Will you compute the force exerted by the jet on the vane? Mass per second into velocity. Mass flow rate multiplied by the velocity change in the direction. So now let us move on to the mass flow rate. Mass flow rate എടുക്കുമ്പോൾ എന്താണ് mass flow rate? We will calculate the mass flow rate. Mass flow rate is ഇവിടെ ഉണ്ട്, ഏതാണ്? ഇൻലെറ്റ് എടുക്കുക. ഇൻലെറ്റിലെ mass flow rate എന്ന് പറയുന്നത് rho a into relative velocity. നേരത്തെ നമ്മൾ v minus u എന്ന് എഴുതും. Here instead we will write vr1 because this vectorial difference ആണ്. So v minus q എന്ന് എഴുതിയാൽ ശരിയാവില്ല. So it is mass flow rate will be, you write mass flow rate is m dot ആണെങ്കിൽ that will be rho a into vr1. So vr1 എന്ന് പറയുന്നത് എന്താണ്? That is the velocity with which the jet strikes the jet will be striking the plate. So vr1. അത് എവിടെയാണ്? ഡയഗ്രം നോക്കുക. ഡയഗ്രത്തിന് എഴുതിയാനുള്ള ഫോഴ്സ് ഇൻ ദി എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് കാണാനായിട്ട് എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ചേഞ്ച് എടുക്കണം. vr1. So how will you compute the velocity? Then compute ചെയ്യും. So we have here, I'll draw the diagram again. So let us this is alpha, this is v1, this is vr1, this is theta,
This total is VW1. So this much is U1. So Fx will be force exerted Fx. Plate move in the horizontal direction. So Fx will be x direction. Mass flow rate multiplied by Vx1 minus Vx2. So this will be rho A VR1 into Vx1. Vx1 actual velocity. What is the actual velocity with which the jet reaches the surface? Actual velocity is VR1. VR1 in inclination theta. So what will be the actual velocity with which the jet strikes is VR1. That is the x component. So this will be VR1 cos theta. VR1 cos theta minus exit length on നോക്കി പറയേ. VR1 minus VR1 cos theta 1 ഇല്ല cos theta minus minus exit VR2 cos VR2 അവിടെ ഡയറക്ഷൻ കൂടി നോക്കണം. മൈനസ് ആയിരിക്കും അല്ലേ? ഓൾറെഡി മൈനസ് ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ഡയഗ്രം വരച്ചാൽ ഫസ്റ്റ് ഡയഗ്രത്തിനെ ബേസ് ചെയ്ത് എടുക്കുക. ഫസ്റ്റ് കേസിനെ ബേസ് ചെയ്തിട്ട് അതായത് അക്യൂട്ട് ബീറ്റ ലെസ് ദാൻ 90 കേസ് എടുത്ത് വരയ്ക്കും. ബാക്കിയുള്ള നമുക്ക് അത് വെച്ചിട്ട് അടുത്ത കേസ് നമുക്ക് പറയാം. എന്തായിരിക്കും VR2 minus this minus minus VR2 cos theta cos phi. ഇനി VR1 cos phi എന്താണെന്നുള്ള ഈ ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റും. VR1 cos phi എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഇതിന്റെ ഇത്രയാണ് VR1 cos phi, ശരിയല്ല? ഇതാണ് VR1 cos phi. VR1 cos theta, sorry, VR1 cos theta, ശരിയല്ലേ? ഈ VR-നെ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എടുത്ത് ഇത്രയാണ് VR1. ആ VR1 cos phi എങ്ങനെ എഴുതാൻ പറ്റും? പറയാൻ പറ്റും നമുക്ക്. VR1 cos theta എന്ന് പറയുന്നത് that will be equal to ഈ ടോട്ടൽ എത്രയാണ്? താഴത്തെ ലാർജസ്റ്റ് സൈഡ് എത്രയാണ്? VW1 VW1 അല്ലേ? this minus എന്തായിരിക്കും VR1 ഈ U1 അല്ലേ? U1 അപ്പോൾ അതൊന്ന് സിമിലർ cos phi എന്തായിരിക്കും എന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. VR2 cos phi ഞാൻ ഡയഗ്രം എടുക്കാം. ഇവിടെ VR2 cos phi ഇതാണ് VR2 cos phi എന്ന് പറയുന്നത് ടോട്ടൽ വരും. എന്തായിരിക്കും VR2 cos phi? U2 plus VW2. U2 plus VW2. So ഡയഗ്രം നോക്കുകയാണെങ്കിൽ it will be U2 VW2 plus we substitute here. So Fx now, the force exerted will be now Fx will be equal to rho A VR1 is into VR1 cos phi എന്ന് പറയുന്നത് VW1 minus U1 minus VR2 cos phi ആണ് അല്ലേ? മൈനസ് പ്ലസ് ആക്കാം നമുക്ക്. പ്ലസ് VW2 plus U2. ശരിയാണെന്ന് നോക്കിയുള്ളൂ. എഴുതിയാൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുള്ളത് ശരിയാണോ? Okay. So there now you can say that both the tips and inlet and exit tip, assuming both the tips are moving at the same speed, or a plate in the speed
u എന്ന് പറഞ്ഞിട്ടുണ്ട്. So we assume that u1 equal to u2. ഇത് റേഡിയൽ മെഷീൻസിന്റെ കേസിൽ മാത്രം ഇത് ശരിയാവില്ല. ആക്സിയൽ മെഷീൻസിൽ എപ്പോഴും u1 u2 വിൽ കാരണം രണ്ട് ടൈപ്പും ഒരേ റേഡിയൽ ഡിസ്റ്റൻസിലായിരിക്കും. ആക്സിയൽ മെഷീൻസിൽ, ആക്സിയൽ ടർബൈൻസ് അല്ല ആക്സിയൽ കംപ്രസേഴ്സിലൊക്കെ എടുക്കുമ്പോൾ both the tip, inlet and exit tip will be at the same radial distance. ഈ u എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് u നിങ്ങൾക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടോ അറിയത്തില്ല, pi d n by 60 pi d n by 60 എന്നുള്ള ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. അവിടെ d എന്ന് പറയുന്നത് റേഡിയസ് ആണ്, സോറി ഡയമീറ്റർ ആണ്. ഇറ്റ് ട്വൈസ് ദ റേഡിയസ്. n എന്ന് പറയുന്നത് അതിന്റെ rpm, pi d n by 60. ഇതാണ് u കാണാനുള്ളത്. ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ആ സെൻട്രിൽ നിന്നുള്ള ആ നമ്മുടെ ഇൻലെറ്റ് ആണോ എക്സിറ്റ് ആണോ അവിടെ വരെയുള്ള ആ അതിന് ഡിപ്പെൻഡന്റ് ആണ് ഡിസ്റ്റൻസ്, അതായത് റേഡിയസ്. d equal to 2r, we can say d equal to twice the radius. ഈ റേഡിയൽ ഡിസ്റ്റൻസ് രണ്ട് ടിപ്പിന്റെ ഇൻലെറ്റിന്റെ എക്സിറ്റ് ആക്സിയൽ മെഷീൻസിന്റെ കേസിൽ ഇത് സെയിം ആണ്. u1 u2 will be equal to u. പക്ഷെ റേഡിയൽ മെഷീൻസ് ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. റേഡിയൽ മെഷീൻസ് അതിന്റെ കേസിൽ ഇൻലെറ്റ് ടിപ്പും എക്സിറ്റ് ടിപ്പും രണ്ട് റേഡിയൽ ഡിസ്റ്റൻസിലായിരിക്കും. അപ്പൊ u1 u2 ഡിഫറെന്റ് ആയിരിക്കും ആ കേസിൽ. And for the time being, let us assume that u1 u2 equal to. So you can assume u1 equal to, assuming both the tips are moving at the same speed, this is equal to u. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. നമ്മുടെ ഇക്വേഷൻസിൽ ഇത് രണ്ടും പോയി, ഇതും പോയി, ഇത് പ്ലസ് u2, ഇത് മൈനസ് u2. So what actually we have here is now എന്താണ് ഫോഴ്സ് എന്തായി? Force Fx will be Fx equal to rho a Vr into Vw1 plus Vw2. Force in the equation. For the slide la parayirunnu rho a Vr1 Vw1 plus Vw2. ഇനി ഇവിടെ നോക്കേണ്ടത് രണ്ടാമത്തെ കേസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, രണ്ടാമത്തെ കേസ് എന്താണ്? ബീറ്റ ഈക്വൽ ടു, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ബീറ്റ എന്ന് പറയുന്നത് ഈ ബീറ്റ ഈസ് 90. എന്താണ് എന്തായിരുന്നു ബീറ്റ 90 എന്ന് പറയുന്നത്? എന്താണ്? എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രമാണ്. അവിടെ Vw2 എന്ന് പറയുന്നത് 0 ആണ്. കാരണം എബ്സല്യൂട്ട് വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്ലോ ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലാണ്, വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് v2. അപ്പൊ അതിന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ല. So Vw2 will be 0. ആ കേസ് നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാം. എന്താണ്? ബീറ്റ ഈക്വൽ ടു 90, we have Vw2 0. So Vw2 is 0. So that Fx now rho a Vr1 into Vw1. ബാക്കിയതിൽ റോ Fx എന്ന് പറയുന്നത് എന്താണ്? റോ a Vr1 ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ബീറ്റ ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ വാല്യൂ ഗ്രേറ്റർ ദാൻ 90 എന്ന കേസിൽ ചെയ്യാനൊന്നുമില്ല. എന്തായിരിക്കും? ഇവിടെ മാത്രം തിരിഞ്ഞു വരും. ഇവിടെ നോക്കുക, നേരത്തെ Vw1 പ്ലസ് Vw2 ആണെങ്കിൽ യു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ Vr2 cos phi from the exit velocity triangle, there you will be finally end up with Vw1 minus Vw2. So Fx in the other equation will be. So in general, what we do is we will write like this. അപ്പോൾ ആ മൂന്ന് കേസസും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇൻ
general, we can write fx as equal to into the VW1 plus or minus VW2. ഇതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. പ്ലസ് വരുന്നത് എപ്പോഴാ? ബീറ്റ ലെസ് ദാൻ 90 കേസിൽ, മൈനസ് വരുന്നത് ബീറ്റ ഗ്രേറ്റർ ദാൻ 90 കേസിൽ, ആൻഡ് VW2 ഈക്വൽ ടു 0 ഫോർ ബീറ്റ ഈക്വൽ ടു 90. അപ്പോൾ ഫോഴ്സ് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി സെക്കൻഡ് എങ്ങനെ കാണും? വർക്ക് ഡൺ പെർ സെക്കൻഡ് വിൽ ബി fx into ഇത് പ്ലസ് ഓർ മൈനസ് എക്സാമ്പിൾ plus or minus VW2 into U. So this will be the work done per second, or you can say the power 0.20 or equation. Now you can compute also you can compute the work done per second per unit weight. Unit weight compute ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് ചെയ്തേക്കുന്നത്. Weight of the weight എടുക്കുക. അപ്പോൾ നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ ആണ്. യൂണിറ്റ് വെയിറ്റിന് ആണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ കിലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ വിൽ ബി റോ എ VR1 into VW1 നിങ്ങൾ ഇതിന്റെ അകത്ത് ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ? ഹലോ, സെറ്റിംഗ്സ് ചെക്ക് ചെയ്തില്ല. ചെയ്തിരിക്കുന്നത് ക്ലോസ് ആയിപ്പോയി. ഇതെന്ന് പറയുന്നത് ഇതാണ്, വെയിറ്റ് ആണ്, mass into mg. So this is what the weight. M എന്ന് പറയുന്നത് rho a VR1 into g. So this equation gives you the work done per second per unit weight. So simplify it, 1 by g into. So this is the equation for work done per second, or power per unit mass or unit weight. So VW1 plus or minus VW2 into U by g. One more equation left. Efficiency. Efficiency കാണുന്നതിനാണ് output by input. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാണ്. So this is we have I have explained in the previous class. Efficiency of the jet is output by input. Output is equation rho a VR1 into VW1 plus or minus of the jet. It is half mv square. But ശ്രദ്ധിക്കുക, ഈ കൈനറ്റിക് എനർജി നമ്മൾ എടുക്കുമ്പോഴെപ്പോഴും ജെറ്റിന്റെ ടോട്ടൽ എനർജിയാണ്. അതായത് നോസിലിൽ നിന്ന് വരുന്നത്, അതായത് ഇതിലോട്ട് എൻ്റർ ചെയ്തതിന് ശേഷമുള്ള കേസല്ല, നോസിലിൽ നിന്ന് വരുന്ന ടു റോ എ കൈനറ്റിക് എനർജി ഓഫ് ദി ജെറ്റ്. അത് ഓക്കെ, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കുക. മനസ്സിലായോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്ന് പറഞ്ഞതല്ല, ഇതിലും കാര്യങ്ങൾ ക്ലാരിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം. ഹലോ, otherwise you can type okay. ഇനി നാളെ അടുത്ത 2 ദിവസത്തെ നമുക്ക് ട്യൂട്ടോറിയൽ ക്ലാസ് ആയിരിക്കും. അപ്പോൾ നാളെയും മറ്റന്നാളും all of you keep your calculator ready. പ്രോബ്ലംസ് സോൾവ് ചെയ്യാം നമുക്ക്. ഇന്ന് ഇതുവരെ നമ്മൾ കഴിഞ്ഞ 2-3-4 ക്ലാസ്സുകൾ പറഞ്ഞ തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യും നമ്മൾ. നാളെയും മറ്റന്നാളും. ഓക്കെ, 2 ക്ലാസ്സിൽ.
ഇന്നത്തെ വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഐ എം സ്റ്റോപ്പിംഗ്. യു കൻ സബ്മിറ്റ് യുവർ ക്ലാസ് നോട്ട്. ദ ലിങ്ക് ഇപ്പോൾ 12 ആകുമ്പോൾ ലിങ്ക് വരും. യു സബ്മിറ്റ് ഇറ്റ്. അഗെയിൻ ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യുവാണ്, നിങ്ങളുടെ ക്ലാസ് നോട്ട് സബ്മിഷൻ്റെ അനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ നിങ്ങളുടെ അറ്റൻഡൻസും കാര്യങ്ങളും. അതുപോലെ തന്നെ ഈ ക്ലാസ് നോട്ട് when you come to the campus for the contact class, അതായത് എക്സാമിന് മുമ്പായിരിക്കും, സെഷണലിലൊക്കെ ഇടുന്നതിന് മുമ്പായിരിക്കും. that time you have to submit the class note. അപ്പോൾ അത് അന്ന് വെരിഫൈ ചെയ്തിട്ട് അതിനെ ബേസിലായിരിക്കും നിങ്ങൾക്ക് അറ്റൻഡൻസിന്റെ സെഷണൽ ക്രെഡിറ്റ് പോകുന്നതും സെഷണൽ ക്രെഡിറ്റ് ഇടുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ അറ്റൻഡൻസ് കൗണ്ട് ചെയ്യും. ഓക്കെ, so that part always you keep it in mind. Thank you.